മുണ്ടക്കയിൽ നിന്ന് നിരവധി ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. 4 സ്പോട്ടുകൾ നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ രക്ഷാപ്രവർത്തകർക്കായി എത്തിക്കുകയാണ്. തത്സമയം പ്രേക്ഷകർക്ക് കാണാം. റിപ്പോർട്ടറിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെളിയിൽ പൂണ്ട് കിടക്കുന്നയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും ആ ശ്രമം അവിടേക്ക് എത്തിച്ചേരാൻ ദൗത്യസംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 250 മീറ്റർ ദൂരെ കുടുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും ദൗത്യസംഘം. ഇപ്പോഴും ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവനുണ്ട് എന്നത് ആശ്വാസം പകരുന്ന കാര്യമാണ്. തിരിച്ചെത്തിക്കാൻ സാധിക്കും ആ മനുഷ്യനെ നമുക്ക് എന്ന ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. ഇപ്പോൾ തത്സമയം കാണുന്ന ദൃശ്യങ്ങൾ മുണ്ടക്കൈ സ്കൂളിൻ്റെ ഭാഗത്ത് താഴ്ന്ന ചതുപ്പിൽ ഒരു മനുഷ്യൻ കിലോമീറ്ററുകളോളം ഒരുപക്ഷെ ഒഴുകി വന്നിട്ടുണ്ടാവാം. ദീപക് മോഹനുണ്ട്. ദീപക്, നമുക്ക് ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് എത്താൻ ഇനി എത്ര ദൂരം? അരുൺകുമാർ, ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരും സംഘവും ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന്റെ മറുഭാഗത്താണ്. ഈ മുണ്ടക്കൈ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ മണ്ണിൽ ഒരാൾ പൂണ്ടുകിടക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ തുടർന്നാണ് ഈ NDRF സംഘം ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയത്. ഇതിന് മുകൾ ഭാഗത്തായാണ് ട്രീവാലി എന്ന റിസോർട്ട് ഉള്ളത്. അവിടെയും 100,000 ആളുകൾ ഉണ്ട് എന്നാണ് ഈ നേരത്തെ പറഞ്ഞതനുസരിച്ച്. ആ ഭാഗത്തേക്ക് ഈ NDRF സംഘം പോയിട്ടുണ്ട്. ഈ പ്രദേശം ശ്രദ്ധിച്ചാൽ അറിയാം, 2 ചെറിയ നദികളായി ഒഴുകിയിരുന്ന പ്രദേശം, ഹെക്ടർ കണക്കിന് പ്രദേശം വലിയ ഒരു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലോടുകൂടി വന്ന് വലിയ ഒഴുകുന്ന പുഴയും വലിയ കഷങ്ങളും വന്ന് മൂടിയിരിക്കുന്നു. നിരവധി വീടുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ വീടുകളെല്ലാം തന്നെ ഒരു നിമിഷത്തിൽ വളരെ പെട്ടെന്നായിരുന്നു ഉരുൾപൊട്ടലുണ്ടായി മണ്ണിനടിയിലായത്. ഇപ്പോൾ ഈ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ പ്രദേശത്ത് ഈ വയനാട്ടിൽ നിന്നുള്ള പല രക്ഷാസേനകളും ടീമുകളും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വന്നുകൊണ്ടിരിക്കുന്നത്. ആശ്വാസകരമായി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എന്ന വാർത്ത വരുമ്പോഴും തൊട്ടു പിന്നാലെ മറ്റൊരു മൃതദേഹവുമായി പോകുന്ന രക്ഷാപ്രവർത്തകനെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഏറ്റവും നമ്മളെ ആകെ ആകാംക്ഷയിൽ നിർത്തുന്നതും ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നതുമായ ദൃശ്യം ഈ മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യൻ ജീവന് വേണ്ടി ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തക സംഘത്തിന് എത്താൻ സാധിക്കുന്നില്ല. അതിന് തൊട്ട് മുൻപിലുള്ള കുത്തൊഴുക്ക്, ഒപ്പം തന്നെ ദുഷ്കരമായ പാത, അവിടെ പാറ ഇടിഞ്ഞു കിടക്കുന്നത്, ഇതെല്ലാം രക്ഷാപ്രവർത്തക സംഘത്തിന് അവിടെ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇവിടുത്തെ ജനപ്രതിനിധി രാഘവൻ നമ്മളെ വിളിച്ച് നിസ്സഹായതയോടുകൂടി ഈ ദൃശ്യങ്ങൾ അയച്ചു തന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തണം, എങ്ങനെയെങ്കിലും രക്ഷാപ്രവർത്തക സംഘം അങ്ങോട്ട് എത്തണം എന്ന് നമ്മളോട് പറഞ്ഞത്. നമ്മൾ റവന്യൂ മിനിസ്റ്ററെ അറിയിച്ചു. മിനിസ്റ്റർ ഒപ്പം തന്നെ കളക്ടർക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ദുരന്ത നിവാരണ സംഘത്തിന് ആ സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ആ സ്പോട്ടിലേക്ക് എത്തുന്നു. പക്ഷേ അതേസമയം തന്നെ ട്രീ വാലിയിലും ബസ് സ്റ്റാൻഡിലും ഒപ്പം അമ്പലത്തിൻ്റെ പരിസരങ്ങളിലുമായി നിരവധി മനുഷ്യർ പല വീടുകളിലും കുടുങ്ങിക്കിടപ്പുണ്ട്. എത്രയാണ് മരണസംഖ്യയെന്ന് ഇനിയും നമുക്ക് വ്യക്തമായും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. 23 മരണമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മേപ്പാടിയിലും സ്വകാര്യ ആശുപത്രികളിലും മാത്രമുള്ള മൃതദേഹങ്ങൾ കൂട്ടിയാണ്. പക്ഷേ താഴെ പോത്തുകളിൽ വീണ്ടും 7 മൃതദേഹങ്ങളുണ്ട്. അങ്ങനെ വന്നാൽ 30ഓളം മരണം ഇതിനകം തന്നെ സംഭവിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. അതിനാൽ ഇനി മുണ്ടക്കൈയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു, എത്ര പേർ ജീവനോടെയുണ്ട്, എത്ര പേർ ജീവനറ്റ് കിടക്കുന്നു എന്നതിൻ്റെ ഒരു ചിത്രവും നമ്മുടെ മുന്നിലില്ല. ആകെ ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ മാത്രമാണ്. റിപ്പോർട്ടർ ദീപക് മോഹൻ രക്ഷാദൗത്യത്തോടൊപ്പം ആദ്യ സംഘത്തിലെ രക്ഷാദൗത്യത്തോടൊപ്പം മുണ്ടക്കൈയിൽ എത്തിച്ചേർന്ന സംഘത്തിലുണ്ട്. അവിടെ നിന്നും തത്സമയ ദൃശ്യങ്ങൾ മുണ്ടക്കൈയിൽ നിന്നും റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അവിടെ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങളാണ്. ഇപ്പോഴും ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി കൈകൾ ഇട്ടനക്കുന്നതും പാറയിൽ ഒരു ചെറിയ തടിക്കഷണത്തിലോ പാറയിലോ പിടിച്ച് നിൽക്കുന്നതുമായ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക. മറുകരയിൽ നിന്ന് രാഘവൻ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, അവിടേക്ക് എത്തിച്ചെല്ലാൻ കഴിയുന്നില്ല, അവിടേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, ഇറങ്ങുമ്പോൾ തന്നെ അരക്കി താഴെ ചെളിയാണ്, അവിടേക്ക് നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംഭവസ്ഥലത്തേക്ക് എത്തും. പ്രിയങ്ക ഗാന്ധി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മന്ത്രിമാർ കൂടി അവിടേക്ക് എത്തിച്ചേരുന്നു. കൂടുതൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നമുക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട്. 2 ഹെലികോപ്റ്ററുകൾ അവിടെ എത്തിയ ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയോ എന്ന് നമുക്കിനിയും വ്യക്തമല്ല. കാരണം ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡ് ചെയ്യാനോ ഹെലികോപ്റ്ററുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനോ പറ്റുന്നൊരു സാഹചര്യമല്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. ദീപക് തുടരുന്നുണ്ടെങ്കിൽ ദീപക്, ഇപ്പോൾ കാലാവസ്ഥ എന്താണ്? വീണ്ടും പ്രതികൂലമായ കാലാവസ്ഥയാണോ? നമുക്ക് ഈ ട്രീ വാലി റിസോർട്ടിലേക്ക് കൂടി ഒന്ന് ബന്ധപ്പെടേണ്ടതാണ്. ഞാൻ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് എടുക്കാം. നിമിഷയോട് നമുക്ക് ചോദിക്കാം. ഒപ്പം തന്നെ ജിജിത നമ്മളോടൊപ്പം ചേർന്നിരുന്നു, നേരത്തെ സജിന ചേർന്നിരുന്നു. ഇവരൊക്കെയും കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിയവരാണ്. അവർക്ക് മറ്റ് ഒരു തരത്തിലുള്ള ചാനൽ വഴിയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. എന്തായാലും 4 സ്പോട്ടുകൾ റിപ്പോർട്ടർ ടിവിയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് രക്ഷാദൗത്യം പോവുകയാണ്. 1 ട്രീ വാലി റിസോർട്ട്, 2 സ്കൂളിൻ്റെ പരിസരം, 3 അമ്പലത്തിൻ്റെ പരിസരം, 4 ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം. ഈ 4 പരിസരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയും റവന്യൂ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു കൊടുത്തത്. നിരവധി ആളുകളാണ്
നമ്മളെ കുടുങ്ങിക്കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് വിളിക്കുകയും അവരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പലരും വളരെ ഭയപ്പെട്ട സാഹചര്യത്തിലാണ്. മണിക്കൂറുകളായി ഭക്ഷണം കഴിക്കാത്തവരുണ്ട്. പലരും പലയിടങ്ങളിലേക്ക് മാറി നിൽക്കുന്നു. സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി നിൽക്കുമ്പോഴും തുടർച്ചയായി മലയിടിയുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. രാവിലെ 1:30 ആദ്യത്തെ മലയിടിച്ചിലുണ്ടാവുന്നു. രണ്ടാമത്തെ മലയിടിച്ചിൽ 2:30-3 മണിയാകുമ്പോഴേക്കുണ്ടാവുന്നു. 4 മണിയാകുമ്പോഴേക്ക് വീണ്ടും മലയിടിച്ചിലുണ്ടാവുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ ഒരു മനുഷ്യൻ ഇപ്പോൾ ജീവന് വേണ്ടി യാചിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനിയൊരു 300 മീറ്റർ കൂടി എത്തിയാൽ നമുക്ക് ആ മനുഷ്യനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ആ ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്നത്. കൈകളിട്ട് ആ മനുഷ്യൻ ചെളിയിൽ ഉടലാകെ ചെളി പൂണ്ട് നിൽക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത്. ഇത് മുണ്ടക്കൈ സ്കൂളിൻ്റെ തൊട്ടുപുറകിലുള്ള ദൃശ്യങ്ങളാണ്. അതേസമയം അതിന് തൊട്ടു മുന്നിലുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അവിടേക്ക് 250 മീറ്റർ മാത്രമാണ് അകലമുള്ളത് എന്നതാണ് ഏറെ നമ്മളെ വേദനിപ്പിക്കുന്നതും. ആ മനുഷ്യന് ഇനിയും അല്പനേരം കൂടി പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ നമ്മുടെ ദൗത്യസംഘത്തിന് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. കൺട്രോൾ റൂം നമ്പറുകൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. റിപ്പോർട്ടറിൻ്റെ ലൈവ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങളും പ്രേക്ഷകർക്ക് തത്സമയം നൽകാവുന്നതാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദുരന്തഭൂമിയായി